വിയറ്റ്നാമിലെ ഹാലോങ് ബേയിലൂടെയുള്ള ബോട്ട് യാത്ര അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. അങ്ങകലെ ഹാലോങ് സിറ്റി കാണാം. പല ദ്വീപുകളിലായി കിടക്കുന്ന വലിയൊരു പട്ടണം. തൂക്കുപാലങ്ങളും കേബിൾ കാറും ജയന്റ് വീലും കാസിനോകളുമെല്ലാമുള്ള ഒരു വമ്പൻ അമ്യൂസ്മെന്റ് സിറ്റിയാണത്. നോർത്തേൺ വിയറ്റ്നാമിലെ ടൂറിസത്തിന്റെ ഹബ്ബാണ് ഹാലോങ് സിറ്റി. അവിടെ നിരവധി ഹോട്ടലുകളും കാസിനോകളും മറ്റും ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഉൾക്കടലിലൂടെ വലിയ ബാർജുകൾ നീങ്ങുന്നത് കാണാം. ഹാലോങ് സിറ്റി പോലെ നിരവധി സിറ്റികൾ ഈ മേഖലയിലുണ്ട്. പല ദ്വീപുകളിലായി ചിതറിക്കിടക്കുകയാണത്. അവിടങ്ങളിലേക്കുള്ള കൺസ്ട്രക്ഷൻ മെറ്റീരിയലുകളും ധാന്യങ്ങളുമെല്ലാം നീങ്ങുക ഇത്തരം ബാർജുകളിലാണ്. ഈ ഓരോ ബാർജിലും നിരവധി ടോറസ് ലോറികളിൽ കൊള്ളാവുന്നത്ര ചരക്ക് കയറ്റാം. അതാണ് ഇതിന്റെ ഗുണം. വലിയ ടഗ് ബോട്ടുകളാണ് ബാർജുകളെ തള്ളിക്കൊണ്ടു പോകുന്നത്. അതിൽ കുറെ ജോലിക്കാരുമുണ്ടാവും. ഇതാണ് ബാർജുകളുടെ ഒരു ഘടന. ശരിക്കും നമ്മുടെ വേമ്പനാട്ട് കായലിലൂടെ ചരക്കു നീക്കത്തിന് ഇത്തരം ബാർജുകൾ ഉപയോഗിക്കാവുന്നതാണ്. വൻതോതിലുള്ള ചരക്കു നീക്കമാണ് അതിലൂടെ സാധ്യമാവുക. 2ഉം 3ഉം ബാർജുകൾ അടുപ്പിച്ചു കെട്ടി ടഗ് ബോട്ടുകൾ തള്ളിക്കൊണ്ടുപോകുന്ന കാഴ്ചയും ഇവിടെയുണ്ട്. ഞങ്ങൾ യാത്ര കഴിഞ്ഞ് തുവാൻ ചാവു മറീനയിലേക്ക് അടുക്കുകയാണ്. അടുത്ത കാലത്ത് ടൂറിസത്തിനായി വികസിപ്പിച്ചതാണ് തുവാൻ ചാവു ദ്വീപ്. ഡ്രഡ്ജിങ്ങിലൂടെ ഇവിടം ബോട്ടുകൾക്ക് പ്രവേശിക്കാവുന്ന വിധം ഒരുക്കിയപ്പോൾ ഇരുകരകളിലും നിരവധി ഹോട്ടലുകളും ഉയർന്നു. 2000 ആണ്ടിന് ശേഷം നിർമ്മിതമായതാണ് ഈ കെട്ടിടങ്ങളെല്ലാം. നിരയുത്ത് നിർമ്മിച്ച കെട്ടിടങ്ങൾ. വലിയൊരു മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായി നിർമ്മിച്ച നിരവധി ഹോട്ടലുകളുടെ നിര. ടൂറിസം വളർത്താൻ ആദ്യം വേണ്ടത് ഇത്തരം അടിസ്ഥാന സൗകര്യങ്ങളാണ്. ടൂറിസ്റ്റുകൾ വന്നാൽ താമസിക്കാനുള്ള ഹോട്ടലുകൾ, എന്റർടൈൻമെന്റ് സൗകര്യങ്ങൾ എന്നിവയെല്ലാം വേണം. ഇവിടെ വിയറ്റ്നാമിലും ചൈനയിലും തായ്ലൻഡിലുമെല്ലാം അതങ്ങനെയാണ്. ടൂറിസത്തിൻ്റെതായ സ്വഭാവത്തിൽ വേണം. നമ്മുടെ ജീവിതം പോലെയല്ല ടൂറിസ്റ്റുകളുടെ ജീവിതം. അവർക്ക് വേണ്ടതൊരുക്കിയാലേ ടൂറിസം ആകർഷകമാവൂ. ധാരാളം ഹോട്ടലുകൾ, ആയിരക്കണക്കിന് മുറികളാണ് ഇവിടെ ഒരുങ്ങിയിരിക്കുന്നത്. ബോട്ട് തീരത്തേക്ക് അടുക്കുകയാണ്. ഞങ്ങളുടെ ഉൾക്കടൽ യാത്ര ഇവിടെ അവസാനിക്കുന്നു. വൈകുന്നേരം പുറപ്പെടുന്ന ക്രൂസുകളുമുണ്ട് ഇവിടെ. ബോട്ട് തീരത്തെ പടവുകളിലേക്ക് അടുത്തു. 4 മണിക്കൂർ നീണ്ട ഹാലോങ് ബേ യാത്രയ്ക്ക് വിരാമമായി. നേരം 4:45 എല്ലാവരും ഇറങ്ങി. മറീന ബിൽഡിംഗിലേക്ക് നടന്നു. മറ്റു ബോട്ടുകളും തീരത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. കൊടിയുമായി നീങ്ങുന്ന ഗൈഡിന് പിന്നാലെ നടക്കുമ്പോൾ സുവനീർ ഷോപ്പുകളിലൊക്കെ ആളൊഴിഞ്ഞിരിക്കുന്നത് കാണാം. കുറേ ദൂരം നടക്കാനുണ്ട്. 100 കണക്കിന് ബോട്ടുകൾക്ക് നിരന്നു കിടക്കാനുള്ള സൗകര്യത്തോടെയാണ് യു ആകൃതിയിൽ മറീന നിർമ്മിച്ചിരിക്കുന്നത്. തുവാൻ ചാവു മറീന പ്ലാസ എന്നാണ് ഈ കെട്ടിടത്തിന് പേര്. പ്ലാസയിലെ വലിയൊരു ഭാഗം മുഴുവൻ ഷോപ്പിംഗിനായി ഒരുക്കി വച്ചിരിക്കുന്നു. ദിവസവും 10,000 ടൂറിസ്റ്റുകൾ വന്നെത്തുന്ന മറീനയാണ്. അതിലൂടെ വലിയ വരുമാനവും ഇവിടുത്തെ ഷോപ്പുകളിലേക്ക് എത്തുന്നുണ്ട്. ടോയ്ലറ്റിൽ പോകേണ്ടവർക്കും ഷോപ്പിംഗ് നടത്തേണ്ടവർക്കും അതിനുള്ള സമയം നൽകി. കൃത്യം 5 മണിക്ക് ബസ് പുറപ്പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ദിവസത്തെ ഹാലോങ് ബേ ബോട്ട് ക്രൂസിന് ശേഷം ഞങ്ങൾ ഡ്രാഗൺ ഫ്ലൈ കമ്പനിയുടെ ബസ്സിലേക്ക് ചെന്നു കയറി. ബസ്സിൽ കയറാൻ എല്ലാവർക്കും വലിയ ആവേശമാണ്. അതിനകം എയർ കണ്ടീഷൻഡ് ആണല്ലോ. നേരം 4:52. കൃത്യം 5 മണിക്ക് തന്നെ ബസ് പുറപ്പെട്ടു. ശരിക്കും ഹാലോങ് സിറ്റിയും പരിസരത്തെ ഇത്തരം ദ്വീപുകളുമെല്ലാം പൂർണ്ണമായും ടൂറിസത്തിന്റെ കേന്ദ്രങ്ങളാണ്. തുവാൻ ചാവു ദ്വീപാണിത്. ടൂറിസ്റ്റുകളല്ലാതെ മറ്റാരും ഇവിടേക്ക് വരുന്നില്ല. മടക്കയാത്ര 4 മണിക്കൂർ നീളുമെന്നും 2 മണിക്കൂർ കഴിയുമ്പോൾ ഒരു സ്റ്റോപ്പിൽ നിർത്തുമെന്നുമൊക്കെ ഗൈഡ് ടോം പറഞ്ഞു.
ഇക്കാണുന്നതെല്ലാം ഹോട്ടലുകളോ ഓപ്പറ ഹൗസുകളോ ആണ്. ഇവിടെ ഒരു അമ്യൂസ്മെന്റ് പാർക്കിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. തുവാൻ ചാവു ദ്വീപിൽ വരാനിരിക്കുന്ന വിസ്മയങ്ങളാണിതൊക്കെ. ദ്വീപിൽ നിന്നും ബസ് ഒരു കോസ്വേയിലൂടെ മെയിൻലാൻഡിലേക്ക് നീങ്ങുകയാണ്. ഒരു ഭാഗത്ത് ഉൾക്കടലിൽ പ്ലാറ്റ്ഫോമുകൾ പോലെ ചില നിർമ്മിതികൾ. മീൻ കൂടുകളാണത്. ചെമ്മീൻ, കൊഞ്ച് തുടങ്ങിയവയെല്ലാം അത്തരം കൂടുകളിൽ വളർത്തുന്നുണ്ട്. ഹാലോങ് ബേയുടെ ഒരു ഭാഗം തന്നെയാണത്. ബസ് മെയിൻ ഹൈവേയിലേക്കു കയറി. ഈ കാണുന്നതാണ് തുവാൻ ചാവു ദ്വീപിന്റെ കവാടം. യാത്ര തുടരുമ്പോൾ ഇനി ദീർഘനേരം നെൽവയലുകളാണ് കാണുക. നമ്മുടെ കുട്ടനാട് പോലെ ഒരു താഴ്ന്ന പ്രദേശമാണ് ഇവിടം. ഏതാണ്ട് കടൽ നിരപ്പിൽ കിടക്കുന്ന പ്രദേശം. ഇവിടെ പ്രത്യേക ശൈലിയിലുള്ള ഒരു കെട്ടിടമുണ്ട്. നോർത്ത് ഈസ്റ്റ് സ്പോർട്സ് സെന്ററാണിത്. ഒരു സ്റ്റേഡിയവും അതിനോടനുബന്ധിച്ചുള്ള പാർക്കിംഗ് ഏരിയയും ഉദ്യാനവുമെല്ലാം ഉണ്ട്. എത്ര ഗംഭീരമാണ് സംവിധാനങ്ങളെന്ന് കാണുക. പണ്ട് കൃഷിയിടമായിരുന്ന ഒരു പ്രദേശത്ത് പണി തീർത്തതാണ് സ്പോർട്സ് സെന്റർ. വീണ്ടും നെൽവയലുകളുടെ കാഴ്ചയായി. ഞാറു നടാൻ ഒരുങ്ങിക്കിടക്കുന്ന പാടങ്ങൾ. പാടങ്ങളുടെ ഓരത്ത് ചെറിയ ഗ്രാമങ്ങൾ, അതിനപ്പുറം മലനിരകൾ. യാത്രികരെല്ലാം ആ കാഴ്ചയിൽ മുഴുകിയിരിക്കുന്നു. കുട്ടനാട്ടിലൂടെ ഒരു യാത്ര നടത്തുന്നതുപോലെ തന്നെയുണ്ട്. പുരയിടങ്ങളിൽ തെങ്ങും വാഴയുമെല്ലാം വളർന്നു നിൽക്കുന്നു. കൃഷിയിടങ്ങൾക്ക് നടുവിലെ ചെറിയ തുരുത്തുകൾ തന്നെയാണത്. ചില ഭാഗത്തേക്കെത്തുമ്പോൾ അങ്ങാടികൾ കാണാം. അത് കടക്കുമ്പോൾ പിന്നെയും വയലുകളുടെ കാഴ്ചയായി. നെൽവയലിനെ അങ്ങു ദൂരെ അതിരിട്ടു നിൽക്കുന്നത് നേരത്തെ ഹാലോങ് ബേയിൽ കണ്ടതരം ചുണ്ണാമ്പുപാറകളുടെ നീണ്ട നിരയാണ്. ആ ചുണ്ണാമ്പുപാറകൾ നിലകൊള്ളുന്നത് കടൽ തീരത്തോ കടലിൽ തന്നെയോ ആയിരിക്കും. ആ കടൽ തീരം വരെ വ്യാപിച്ചു കിടക്കുകയാണ് നെൽവയലുകൾ. ചിലർ ബസ്സിൽ കയറിയപ്പോഴേ ഉറങ്ങിത്തുടങ്ങി. പകൽ നേരത്ത് മുഴുവൻ നല്ല ഉഷ്ണത്തിലാണ് ബോട്ട് യാത്ര നടത്തിയത്. ബസ്സിനകത്ത് സുഖകരമായ തണുപ്പായതിനാൽ നല്ല ഉറക്കം കിട്ടും. വീണ്ടും പട്ടണങ്ങൾ കണ്ടു തുടങ്ങുന്നു. സൂര്യൻ ചായുകയാണ്. ചെറുപട്ടണങ്ങളിലെ കടകൾ മിക്കതും അടഞ്ഞുകിടക്കുന്നു. ഇത്തരത്തിലുള്ള നിരവധി പട്ടണങ്ങൾ കടന്നാണ് ബസ് പോകുന്നത്. 9.5 കോടി ജനമുള്ള നാടാണ് വിയറ്റ്നാം. ജനസംഖ്യാ നിയന്ത്രണത്തിനായി ഇവർ അരനൂറ്റാണ്ട് മുൻപേ പദ്ധതികൾ നടപ്പാക്കിയിരുന്നു. ഒരു ദമ്പതികൾക്ക് 2 കുട്ടികൾ എന്നതാണ് പോളിസി. ഇപ്പോൾ മുന്നിലൊരു ഗേറ്റ് കാണാം. ത്രാങ് ദുവാങ് നീ ക്വാങ് നീ ഗേറ്റ് എന്ന് ഇതറിയപ്പെടുന്നു. വിയറ്റ്നാമിന്റെ ക്വാങ് നീ പ്രൊവിൻസിലേക്കുള്ള കവാടമാണത്. നേരം ഇരുട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ഗൈഡ് ടോം വന്ന് ഒരു വിടവാങ്ങൽ പ്രസംഗം നടത്തി. ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ ടിപ്പ് നൽകാവുന്നതാണെന്ന ഒരു ഔദാര്യവും ഞങ്ങൾക്ക് ഓഫർ ചെയ്തു. ഡ്രൈവർക്ക് ടിപ്പ് നൽകണമെന്നാണ് ടോം ആവശ്യപ്പെടുന്നത്. ഡ്രൈവർക്ക് കൊടുക്കുന്നവർ ടോമിനെ മറക്കില്ലല്ലോ. അങ്ങനെ ഒടുവിൽ രാത്രിയോടെ ഞങ്ങൾ ഹാനോയ് പട്ടണത്തിലേക്കെത്തി. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. നഗരത്തിന്റെ ഓൾഡ് ക്വാർട്ടറിൽ ഞാൻ ബസ്സിൽ നിന്നിറങ്ങി. വിയറ്റ്നാമിന്റെ തലസ്ഥാന നഗരം ഇപ്പോഴും ഉറങ്ങിയിട്ടില്ല. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളുടെ രാത്രികൾ ഇവിടെ ആഘോഷത്തിൻ്റെതാണ്. സൈക്കിൾ റിക്ഷക്കാർ ആളെ പിടിക്കാനിറങ്ങുന്നു. വഴിയോരങ്ങളിൽ ഇതാണ് കാഴ്ച. സ്ട്രീറ്റ് ഫുഡിന്റെ വൈവിധ്യം. ഗന്ധം കൊണ്ട് പോലും കൊതിവരുന്ന വിഭവങ്ങൾ തന്നെ. മത്സ്യം, മാംസം തുടങ്ങിയവയെല്ലാം ചെറിയ മുളങ്കമ്പുകളിൽ കൊരുത്ത് കനലിന് മുകളിൽ വെച്ച് ചുട്ട് വിറ്റുകൊണ്ടിരിക്കുന്നു.
ഇത് വാങ്ങി ആളുകൾ കടിച്ചു തിന്നുകൊണ്ട് സ്ട്രീറ്റിലൂടെ അങ്ങനെ നടക്കും. ഒരു ബ്രെഡും കനലിൽ ചുട്ടെടുത്ത അല്പം മാംസവുമുണ്ടെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണമായി. ബീഫ്, പോർക്ക്, കോഴിയുടെ ആന്തരാവയവങ്ങൾ, കക്ക, കൂന്തൽ എന്നിങ്ങനെയെല്ലാം ഇവിടെയുണ്ട്. ഭൂമിയിലുള്ള ചെറു ജീവജാലങ്ങളെയെല്ലാം ഇവർ പിടിച്ച് ചുട്ടു തിന്നുകയാണെന്ന് തോന്നും. കൊഞ്ച്, കക്കായിറച്ചി, ചെമ്മീൻ എന്നിങ്ങനെയെല്ലാം ഉണ്ട്. അതിന്റെ നിരവധിയായ കടകൾ. എല്ലാം അതീവ സ്വാദിഷ്ടമായ വിഭവങ്ങൾ തന്നെയാണ്. ചിലർ നൂഡിൽസ് പോലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുപിരിക്കുന്നു. നൂഡിൽസ് സൂപ്പ് വേറെ. വിഭവസമൃദ്ധമാണ് വിയറ്റ്നാമീസ് ഭക്ഷണം. കൊതികൊണ്ട് ആരും വാങ്ങിപ്പോകും. രസകരമായ ഒരു കാര്യം, ഇതെല്ലാം ഷൂട്ട് ചെയ്ത് തിരികെ നാട്ടിലെത്തി വീണ്ടും ഒന്ന് കാണുമ്പോഴാണ് കൊതി അങ്ങേയറ്റത്തെത്തുന്നത്. സ്ത്രീകളാണ് കച്ചവടക്കാർ. നല്ല വരുമാനമുണ്ടാക്കുന്നുണ്ടിവർ. ജനപ്രളയമാണെങ്കും. ഹാങ് ദാവോ സ്ട്രീറ്റ് രാത്രിയാവുമ്പോൾ രൂപം മാറുന്നത് ഇങ്ങനെയാണ്. രാവിലെ ഒട്ടൊക്കെ വിജനമാവുന്നു ഈ സ്ട്രീറ്റ്. പകൽ നേരത്ത് വാഹനമോടിയിരുന്ന സ്ട്രീറ്റിനെ രാത്രിയിൽ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ച് ഈ വിധം മാറ്റിയെടുത്തിരിക്കുന്നു. പാതയുടെ നടുവിൽ ടെന്റടിച്ചും കുടകൾ നാട്ടിയും അതെല്ലാം കടകളായി മാറ്റിയിരിക്കുന്നു. ഒരു സ്ട്രീറ്റിന്റെ നടുവിലൂടെയാണ് ഈ കടകളെന്നോർക്കുക. രാത്രി 12 മണിയോടെ ഈ കടകളെല്ലാം അടയ്ക്കും. അടയ്ക്കുക മാത്രമല്ല, ഈ വിൽപ്പന വസ്തുക്കളും കൂടാരങ്ങൾ തന്നെയും ഇവിടെ നിന്നും എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ വൈകുന്നേരം 7 മണിയാകുമ്പോഴാണ് ഈ കടകൾ ഇവിടെ സ്ഥാപിക്കുന്നത്. ഷോപ്പിംഗിന്റെ പുതിയ ആശയങ്ങളും വിസ്മയങ്ങളുമാണിത്. ഈ കടകളെല്ലാം വെറും 10-15 മിനിറ്റ് കൊണ്ടാണ് ഇവിടെ സെറ്റ് ചെയ്യുന്നത്. എത്രയോ നാളായി സ്ഥിരമായി ഇവിടെ പ്രവർത്തിക്കുകയാണെന്ന് തോന്നിപ്പോകുന്നു. രാത്രി 7 മണി മുതൽ പിന്നീടുള്ള 4 മണിക്കൂർ നേരം തെരുവിലൂടെ ജനത്തിന്റെ ഒഴുക്കായിരിക്കും. പുലർച്ചെയോടെ സാധാരണഗതിയിൽ ഇതുവഴി ഗതാഗതം പുനരാരംഭിക്കുകയും ചെയ്യും. ഓൾഡ് ക്വാർട്ടറിലെ മിക്കവാറും സ്ട്രീറ്റുകൾ ഇങ്ങനെ തന്നെയാണ്. നമ്മുടെ മറൈൻ ഡ്രൈവിലും ബ്രോഡ്വേയിലും MG റോഡിലുമെല്ലാം ഇത് പരീക്ഷിക്കാം. രാത്രിയിൽ അവിടം ഈ വിധം ഷോപ്പിംഗിന്റെ സ്ട്രീറ്റാക്കി മാറ്റാം. രാത്രി വൈകി അത്രയധികം വാഹനങ്ങളൊന്നും ഓടുന്നില്ലല്ലോ. നൈറ്റ് ലൈഫ് നമ്മൾ സജീവമാക്കേണ്ടതുണ്ട്. നൈറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയാണ്. ആ ചിന്ത മാറ്റിയെടുക്കേണ്ടതുണ്ട്. എത്ര ദശലക്ഷം രൂപയാണ് ഇങ്ങനെ ഓരോ ദിവസവും ഈ തെരുവുകളിലേക്ക് വന്നു ചേരുന്നതെന്ന് ഓർക്കുക. ഇതാണ് ഇക്കണോമിയെ ഉണർത്തുന്നത്. സ്ട്രീറ്റിലൂടെ നടന്ന് ഞാൻ ദോങ് കിങ് ngā തുക് എന്ന സ്ക്വയറിലേക്കെത്തി. ഇന്നുമുണ്ട് ഇവിടെ ഓറിയോ ബിസ്ക്കറ്റുകാരുടെ പരസ്യവും കലാപരിപാടികളും. പാട്ടുകാരും സ്പൈഡർമാൻ വേഷധാരികളുമൊക്കെയുണ്ട്. അവരുടെ കൂടെ നിന്ന് ആളുകൾ ഫോട്ടോ എടുക്കുന്നു. ഒരു പൂരപ്പറമ്പ് തന്നെയാണിത്. ജനം നിറഞ്ഞൊഴുകുന്നു. എല്ലാ ആഴ്ചയിലെയും 3 ദിവസങ്ങൾ ഇവിടെ ഇങ്ങനെയാണ്. ഇന്ന് ഞായറാഴ്ചയാണ്. നാളെ രാത്രി കഥ മാറും. ഞാൻ ഹൊവാൻ കിയം തടാകത്തിനു ചുറ്റുമൊന്ന് നടക്കാൻ തീരുമാനിച്ചു. തടാകത്തിനു ചുറ്റുമുള്ള പാതയിൽ ഇങ്ങനെ സംഗീത പരിപാടികൾ അവതരിപ്പിക്കുന്നവരും മറ്റു കലാകാരന്മാരും നിരന്നിരിക്കുകയാണ്. വാരാന്ത്യങ്ങൾ സാംസ്കാരിക രാവുകൾ തന്നെയാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ജനം വീട്ടിൽ ഒതുങ്ങിക്കൂടില്ല. എല്ലാവരും ഈ തെരുവിലേക്കിറങ്ങും. ഇത് പാശ്ചാത്യ ഉപകരണങ്ങൾ കൊണ്ടുള്ള സംഗീതമേളയാണെങ്കിലും തനത് വിയറ്റ്നാമീസ് കലാപരിപാടികൾ നടക്കുന്ന കേന്ദ്രങ്ങളും ഇവിടെയുണ്ട്. അത് കാണാനും കൈയടിക്കാനും ധാരാളം ആളുകൾ. തടാകത്തെ ഒന്ന് ചുറ്റി വരുമ്പോഴേക്കും 10-20 പരിപാടികളെങ്കിലും കാണാനാവും. ഇടതുവശത്ത് അക്കാണുന്നതെല്ലാം ട്രഡീഷണൽ വിയറ്റ്നാമീസ് ഫുഡിന്റെ റെസ്റ്റോറന്റുകളാണ്. തടാകക്കരയിലെ ഒരു റെസ്റ്റോറന്റാണിത്. അതിന്റെ മുകൾ നിലയിലിരുന്ന് തടാകത്തെ കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത്
ഗംഭീരമായൊരു അനുഭവം തന്നെയായിരിക്കും. സാധാരണക്കാരാവട്ടെ വഴിയരികിലെ ഭക്ഷണം വാങ്ങിക്കഴിക്കുന്നു. ടൂറിസ്റ്റുകൾക്കും താൽപര്യം ഫുഡ് സ്ട്രീറ്റിലെ ഭക്ഷണ വൈവിധ്യത്തോടാണ്. എവിടെയും കാണുന്നത് വൻ ജനാവലിയെ തന്നെ. ഇവിടെ ലൈറ്റപ്പ് ചെയ്തിട്ട ഒരു വലിയ കെട്ടിടമുണ്ട്. നാൻ ദാൻ എന്നൊരു പത്രത്തിന്റെ ഓഫീസാണിത്. വിയറ്റ്നാമീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഔദ്യോഗിക മുഖപത്രത്തിന്റെ ആസ്ഥാനം. ദ പീപ്പിൾ എന്നാണ് നാൻ ദാൻ എന്ന വിയറ്റ്നാമീസ് വാക്കിന്റെ അർത്ഥം. ഈ രാജ്യത്തെ ഏറ്റവും പ്രമുഖമായ പത്രവും നാൻ ദാൻ തന്നെയാണ്. ആ കെട്ടിടത്തിന്റെ നേരെ എതിർവശത്ത് ഹൊവാൻ കിയം തടാകമാണ്. ഹാനോയ് ഓൾഡ് ക്വാർട്ടറിന്റെ മധ്യഭാഗത്താണ് തടാകം. ഇതിനു ചുറ്റുമായാണ് ഓൾഡ് ക്വാർട്ടർ വ്യാപിച്ചു നിൽക്കുന്നത്. തടാകമധ്യത്തിൽ ചെറിയ ദ്വീപ് പോലുള്ള ഭാഗത്ത് ടെമ്പിൾ ഓഫ് ജേർഡ് മൗണ്ടൻ. ക്ഷേത്രമുറ്റത്തും വിയറ്റ്നാമിന്റെ ദേശീയ പതാക പാറുന്നുണ്ട്. ജേർഡ് മൗണ്ടൻ ക്ഷേത്രം ഭംഗിയായി അങ്ങനെ ലൈറ്റപ്പ് ചെയ്ത് നിർത്തിയിരിക്കുന്നു. രാത്രിയിൽ ക്ഷേത്രത്തിലേക്ക് ആളെ വിടില്ല. മെയിൻ റോഡിൽ നിന്നിറങ്ങി തടാകതീരത്തെ ടൈൽ വിരിച്ച ഫുട്പാത്തിലൂടെ ഞാൻ നടത്തം തുടർന്നു. ഇവിടെയൊക്കെ ആളുകൾ നിരന്നിരിക്കുകയാണ്. സുഹൃത്തുക്കളും കമിതാക്കളുമെല്ലാം ഉണ്ട് ഇതിൽ. പാതിരാ വരെ ഇവരിവിടെ ഇങ്ങനെയിരിക്കും. തടാകതീരത്ത് ചില കോണിൽ ട്രഡീഷണൽ സംഗീത ഉപകരണങ്ങളുമായിരുന്ന് ചിലർ പാട്ടുപാടുന്നു. ഒരു വിയറ്റ്നാമീസ് ഗായികയാണിത്. ഇവളും ആഴ്ചാവസാനങ്ങളിൽ ഇവിടെ നിന്നും വരുമാനമുണ്ടാക്കുന്നു. വീക്കെൻഡിലെ 3 ദിവസം പാട്ടുപാടി ആഴ്ച മുഴുവൻ ജീവിക്കാനുള്ള പണമുണ്ടാക്കുകയാവാം. വിയറ്റ്നാമിലുള്ള ഫ്രഞ്ച് സങ്കര വിഭാഗത്തിൽപ്പെട്ട യുവതിയാണോ ഇതെന്ന് തോന്നിപ്പോകും. ഏതായാലും വിയറ്റ്നാമീസ് ഗാനമാണ് ആലപിക്കുന്നത്. ഗായികയുടെ പശ്ചാത്തലത്തിൽ തടാകം ഓളം വെട്ടുന്നു. മനോഹരമായ ഒരു ആംബിയൻസാണിതിന്. വീണ്ടും തെരുവിലേക്കിറങ്ങി നടത്തം തുടർന്നു. ലേ തായ് തോ എന്നൊരു സ്ട്രീറ്റിലൂടെയാണ് ഇപ്പോൾ നടക്കുന്നത്. ലേ തായ് തോ വിയറ്റ്നാമിലെ രാജാവായിരുന്നു. പാതയോരത്ത് ലേ തായ് തോ സെന്റർ എന്നൊരു സാംസ്കാരിക കേന്ദ്രമുണ്ട്. രാജാവിന്റെ സ്മാരകമാണ് അവിടുത്തെ പ്രധാന നിർമ്മിതി. അവിടെ നിന്നും ഒരു പാട്ടും കേൾക്കുന്നു. അവിടേക്ക് കയറി ചെന്നപ്പോൾ ഒരു പെർഫോമൻസ് അരങ്ങേറുകയാണ്. ഉത്സവപ്പറമ്പിൽ ഇരിക്കുന്നത് പോലെ നിലത്ത് ചമ്രം പടിഞ്ഞ് കുറെ ആളുകൾ. അവരുടെ മുന്നിലാണ് പെർഫോമൻസ്. ട്രഡീഷണൽ വിയറ്റ്നാമീസ് സംഗീതവും കലയും പാരമ്പര്യവുമൊക്കെ രാത്രിയിൽ ഇവിടെ അവതരിപ്പിക്കപ്പെടുകയാണ്. എത്ര മനോഹരമായ സങ്കല്പമാണിതെന്ന് ചിന്തിക്കുക. ട്രഡീഷണൽ വിയറ്റ്നാമീസ് കലാകാരികൾ. അവർക്കു ചുറ്റും നിലത്ത് പായ് വിരിച്ച് അതിലിരുന്ന് പെർഫോമൻസ് ആസ്വദിക്കുന്നവർ. സംസ്കാരം വെറുതെ ഉണ്ടാവുന്നതല്ല. നമുക്ക് ഹാനോയ് നിവാസികളോട് അസൂയ തോന്നിപ്പോകും. എനിക്ക് രഞ്ജുവിനോടൊക്കെ ശരിക്കും അസൂയ തോന്നുന്നുണ്ട്. അവരൊക്കെ എല്ലാ വീക്കെൻഡിലും ഇത്തരം പരിപാടികൾ ആസ്വദിക്കുകയാണ്. നമ്മളാവട്ടെ ഇവിടെ ഇത്തരം കലാസ്വാദനത്തിനൊന്നും അവസരമില്ലാതെ കൊതുകുകടിയുമേറ്റ് ദിനങ്ങൾ തള്ളി നീക്കുന്നു. ഓരോ പരിപാടിയും അവസാനിക്കുമ്പോൾ നർത്തകി ഒരു വിശറിയെടുത്ത് വിടർത്തി കാണിക്കും. ഒരു പാത്രത്തിൽ കുറെ പലഹാരങ്ങൾ ഇരിപ്പുണ്ട്. പാക്ക് ചെയ്ത ചോക്ലേറ്റും ബിസ്ക്കറ്റുമൊക്കെയാണ്. അത് പരിപാടി കാണാൻ വന്നവർക്കെല്ലാം എറിഞ്ഞുകൊടുക്കും. വളരെ താളാത്മകമായാണ് ഇത് എറിഞ്ഞുകൊടുക്കുന്നത്. എനിക്കും കിട്ടി ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ്.
പരിപാടി കാണാൻ വരുന്നവർക്കെല്ലാം ബിസ്ക്കറ്റ് കിട്ടുന്ന ലോകത്തെ ഏക ഷോ ഒരുപക്ഷെ ഇതായിരിക്കും. ഈ ബിസ്ക്കറ്റ് പ്രതീക്ഷിച്ചാണോ കുറെ പേർ ഇത്ര നേരം നിലത്ത് പാവിരിച്ചിരുന്നതെന്ന് ഇപ്പോൾ എനിക്ക് സംശയമുണ്ട്. മോണിമെന്റ് ഓഫ് കിങ് ലേതായ് തോ എന്നാണ് ഈ സ്ഥലത്തിന് പേര്. ഒരാൾ കലാപരിപാടികൾ കാണാൻ വന്നവർക്ക് നന്ദി അറിയിക്കുന്നു. ഞാൻ വീണ്ടും സ്ട്രീറ്റിലേക്ക് ഇറങ്ങി. സഞ്ചാരം തുടർന്നു.